എല്ലാവർക്കും പ്രയർ ക്ലിനിക്കിൽ നിന്നും ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സഹായിക്കുകയും സ്നേഹിക്കുകയും എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരോടുമുള്ള സ്നേഹാദരവുകൾ ഈ സമയത്ത് പ്രകടിപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ പത്രത്തിലെ ഒരു വാർത്തയാണ്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് എന്നെ ഇത് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അതായത് MBBSന് ഏതാണ്ട് 500 സീറ്റുകൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം കൂടെ ഗവൺമെൻറ് 5500 സീറ്റുകളോളമായി എന്ന് പറയുന്നു. അത് ഈ വർദ്ധിപ്പിച്ച സീറ്റുകളെല്ലാം സ്വകാര്യ മെഡിക്കൽ കോളേജ് നോക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ആരും പ്രതിഷേധിച്ചതായിട്ടോ ആരും വലിയ അനുകൂലിച്ചതായിട്ടോ കാണുന്നില്ല. മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച് കാണും. എന്നാൽ ഈ കഴിഞ്ഞ 34 വർഷം കാലത്തെ ഈ ഡോക്ടർമാരുടെ സീറ്റ് വളരെ അധികമാണ്. ഇന്ന് 16 ലക്ഷം ഡോക്ടർമാർ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് അലോപ്പതി ഡോക്ടർമാർ, അതുപോലെ ഏതാണ്ട് 7 ലക്ഷം ആയുഷ് ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരുപാട് നാട്ടുവൈദ്യന്മാരും പിന്നെ മെഡിക്കൽ സ്റ്റോറുകാരും ഒക്കെ അനേകരെ ഇങ്ങനെ ചികിത്സിച്ച് ഈ മെഡിക്കൽ രംഗം അത് ഞാൻ ജയിക്കുമ്പോൾ അന്ന് ഡോക്ടർക്ക് എന്ന് പറഞ്ഞാൽ അവനൊരു സ്റ്റാൻഡേർഡുണ്ട്. അവന് പഠിത്തത്തിന് മിടുക്കനായിരിക്കും, മറ്റു പല കാര്യങ്ങൾക്കും മിടുക്കനായിരിക്കും. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികളോ അവർ പൈസയുടെ പിൻബലത്തിലാണ് കയറുന്നത്. ആർക്ക് പൈസയുണ്ട് അവർ ഡോക്ടർമാരാകും, ആർക്ക് പൈസയുണ്ട് അവർ ജയിക്കും. ചില മെഡിക്കൽ കോളേജിലൊക്കെ പരസ്യമായ രഹസ്യമുണ്ട്, കോപ്പി അടിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അവനവൻ്റെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ലേലം വിളിച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് അത് സർക്കാർ മേഖലയിൽ ആണെങ്കിൽ പോലും ഇന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് 100-200 പേര് ഞങ്ങൾ ഉള്ള ബാച്ചിൽ നിന്ന് 150 പേർക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉള്ളൂ എന്ന് അന്നത്തെ അധ്യാപകർ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വീണ്ടും സീറ്റ് കൂട്ടുന്നത്. ഞാൻ ഈയിടെ മെഡിക്കൽ കോളേജൊക്കെ സന്ദർശിച്ചു. എന്നാൽ ആ മെഡിക്കൽ കോളേജൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിയും എന്നുള്ള രീതിയിൽ പല മെഡിക്കൽ കോളേജുമായിരിക്കുകയാണ്. അത് ഇപ്പോൾ മുകളിലത്തെ റൂഫ് കടിച്ചാൽ എല്ലാം വെള്ളമെല്ലാം ഒലിച്ച് താഴെ ഇറങ്ങും. പണ്ടത്തെ പ്രൗഢഗംഭീരമായ ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് കച്ചവടത്തിൻ്റെ സ്ഥാനങ്ങളായോ? പണ്ട് പ്രൗഢഗംഭീരമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല, മറ്റു പല മെഡിക്കൽ കോളേജും ഇന്ന് കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങളായോ എന്ന് സംശയമുണ്ട്. ഇന്ന് ഗവൺമെൻറ് പറയുന്നു, ഒരു സെൻസസ് എടുത്ത സമയത്ത് 1 മുതൽ 800 ഒരാൾക്ക് 843 പേർക്ക് ഒരു ഡോക്ടർ വീതമുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ കണക്ക് തീരെ തെറ്റാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങളെടുത്ത കണക്ക് ശരിയല്ല. ഇവിടെ അനേകരല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു 100 പേർക്ക് ഒരാളെങ്കിലും എന്നുള്ള രീതിയിലേക്ക് കേരളം അധോപതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഹെൽത്ത്, ഇന്ത്യൻ സിസ്റ്റം അധോപതിച്ചിരിക്കുന്നു. ഡോക്ടർമാരുടെ ജീവിത നിലവാരം കുറഞ്ഞിരിക്കുന്നു. സർക്കാർ വാരിക്കോരി ഡോക്ടർമാർക്ക് കൊടുക്കുമ്പോൾ പാവപ്പെട്ട പ്രൈവറ്റ് മേഖലയിൽ പല ഡോക്ടർമാരും ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് 10,000-ഓളം ഡോക്ടർമാർ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തൊഴിലില്ലായ്മയാത്ത അനേകം ഡോക്ടർമാർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ പരീക്ഷകൾ എഴുതുന്നു. ഇങ്ങനെ ഡോക്ടർമാരുടെ പഠന നിലവാരവും മറ്റു നിലവാരവും ഒക്കെ കുത്തനെ ഇങ്ങോട്ട് താഴുമ്പോൾ ഇവിടുത്തെ വീണ്ടും സീറ്റ് കൂട്ടുന്നു. ഞാൻ ആ മേഖലയിലുള്ളതാണ്. കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ മേഖലയിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെതായിട്ടുള്ള പല ഹാനികരമായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെതായിട്ടുള്ള പല ദോഷമുള്ള കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷനൊക്കെ
വളരെ സാധൂകരിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് വരുന്നതിന് ഞങ്ങളൊക്കെ ഒരു പ്രാവശ്യം എതിർത്തതാണ്. AK ആൻ്റണി, ശ്രീമാൻ AK ആൻ്റണി ഇവിടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് കൊണ്ട് തുടങ്ങുമ്പോഴേ അന്ന് ഇവിടുത്തെ വിവരമുള്ള ആൾക്കാർ പറഞ്ഞു ഇത് കച്ചവട കേന്ദ്രങ്ങളായി മാറും എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ വേണ്ടത്ര ട്രെയിനിങ് ഇല്ലാതെ ഏതാണ്ട് 20,000-ഓളം ആൾക്കാർ ചൈന, റഷ്യ, ബൾഗേറിയ, ജോർജിയ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു 500 രൂപയെങ്കിലും ഒരു ഡോക്ടർ ഇന്ന് ദിവസം ഉണ്ടാക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. അനേകർ ഇത് പറയാതിരിക്കുന്നു അവരുടെ കുലീനത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട്. അനേകർ ഇത് പറയുമ്പോൾ അല്ല ഞങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് അവർ പറയുന്നു. വെറും 20% ഡോക്ടർമാർക്ക് മാത്രമേ നല്ല പ്രാക്ടീസുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കഷ്ടപ്പെട്ട് തങ്ങളുടെ ജീവന മാർഗം കറയുവാനായിട്ട് കഴിയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു സഭയിൽ ഇതിനെ എതിർക്കുന്ന, എന്നെ കേൾക്കുന്ന വാക്കുകളെ എതിർക്കുന്ന ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭക്ക് ഒരു 1000 അച്ഛന്മാർ ഇടവകളുണ്ടെങ്കിൽ അവർ 3000 അച്ഛന്മാരെ ഫാക്ടറി ആയിട്ട് ഇറക്കത്തില്ല. അവർ 1000-ന് പകരം 1500 ഇറക്കിയേക്കാം അസിസ്റ്റന്റ് വികാരി വേണ്ടിടത്ത്. പക്ഷേ ഡോക്ടർമാരുടെ സ്ഥിതി അങ്ങനെയല്ല. 1000 വേണ്ടിടത്ത് 10,000 ഇറക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ഗവൺമെൻറ്റുകൾ, അത് കേന്ദ്ര സർക്കാരായിരുന്നാലും മറ്റ് സർക്കാരുകളായിരുന്നാലും ഈ നിരത്തിൽ കഴിക്കുള്ളത്. അതുകൊണ്ട് ഒരു വലിയ വിപത്ത് ഡോക്ടർമാരെ തേടിയും അത് വന്നു കഴിഞ്ഞു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ വിപത്ത് വരികയാണ്. ആൾക്കാരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇന്ന് ട്രെയിനിങ് കിട്ടാത്ത ഡോക്ടർമാർ, വേണ്ടത്ര സർജറി പഠിക്കാത്ത ഡോക്ടർമാർ, വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാർ കയറുന്നുണ്ട്. ഇങ്ങനെയൊരു ആരോഗ്യ മേഖലയിൽ അപകടകരമാണ് എന്ന് ഞാൻ വീണ്ടും പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, അപകടകരമായ ഈ പ്രവണത നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ, അതാരായിരുന്നാലും, നാഷണൽ മെഡിക്കൽ കൗൺസിൽ ആയിരുന്നാലും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളായിരുന്നാലും, ഈ അപകടകരമായിട്ടുള്ള പ്രവണത നിർത്തിയില്ലെങ്കിൽ ഇത് വലിയ വിനാശത്തിലേക്ക് നയിക്കും. അത് ഡോക്ടർമാരുടെ മാത്രമല്ല, രോഗികളുടെ ആരോഗ്യവും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ, വീണ്ടും കാണാം.